ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ തറവാട്ടിക്ക് പോവുകയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ ക്ലാരിറ്റി ഒക്കെ കമ്മി ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കും അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പഴയ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എന്നാൽ നമുക്ക് തറവാട്ടിക്ക് പോയാലോ? അപ്പം ഞാൻ ലൈറ്റൊക്കെ നിർത്തിയോ വാതിലൊക്കെ അടച്ചോ ഒക്കെ നോക്കുകയാണ് കേട്ടോ, എല്ലാം നോക്കുകയാണ്. അപ്പോൾ നന്ദൂട്ട അപ്പുറത്ത് കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവന് പോണ ടൈമിൽ അങ്ങോട്ട് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പുറത്തെ കുട്ടി കരയാണ്, അപ്പം അവനെ കളിക്കാൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ വാതിലൊക്കെ അടച്ച് ഒക്കെ പൂട്ടി ഇറങ്ങിയിട്ടാട്ടോ ഞാൻ നന്ദൂട്ടനെ വിളിച്ചപ്പോൾ കുട്ടി ഓടി വന്നു കേട്ടോ. അവന് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും നന്ദൂട്ടനും കൂടി ഇറങ്ങി. നന്ദൂട്ട മുന്നിൽ ഓടാൻ തുടങ്ങി. അവൻ്റെ പിന്നാലെ ഞാനൊന്ന് എത്തണ്ടേ. കുട്ടിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ക്യാമറ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചിനോട് പറയാണ്ടാട്ടോ വന്നത്. ചേച്ചി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ സർപ്രൈസായി. കണ്ടില്ലേ ചിരിക്കുന്നത്? ആക്ടിങ് ആണെന്ന് പറയേയില്ല. ചേച്ചി പറയായിരുന്നു ഞാനും ഉണ്ടെന്നാ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയായിരുന്നു ചേച്ചി. ഞങ്ങളീ സംസാരിക്കുന്ന അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല, എന്തൊക്കെയോ നാട്ടുകൂട്ടങ്ങൾ കൂടുന്നുണ്ട്, മഴേൻ്റെ കാര്യങ്ങളോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഇവിടെ നോക്കടാ. അങ്ങനെ ഞാൻ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ചേച്ചി അവിടുത്തെ പണികളൊക്കെ വേഗം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറയായിരുന്നു മഴ പെയ്ത് പോയാൽ നല്ല ഭംഗിയാണ് ഞങ്ങളുടെ മലയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഓൾറെഡി മഴ ഇഷ്ടമല്ല, മഴക്കാലം എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വേനലാണ് ഇഷ്ടം. അതിപ്പോൾ എത്ര ചൂടാണെങ്കിലും എനിക്ക് വേനലാണ് ഇഷ്ടം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടി ചിരിക്കണം ഞങ്ങൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്പൈഡർമാൻ്റെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കുട്ടി അതുപോലെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നല്ല ഭംഗിയുണ്ട് അത് കാണാമെന്ന് പറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തറവാട് എത്തി. മഴ ഇല്ലാത്ത ടൈം നോക്കി ഇറങ്ങിയത് കൊണ്ട് മഴ ഇല്ലാണ്ട് വീടെത്താൻ പറ്റി. നന്ദൂട്ടൻ തറവാടെത്തിയ പിന്നെ എനിക്കൊന്നും വേണ്ട. അവന് ഏട്ടനായി ചേച്ചിയായി, അങ്ങനെ അവിടെ കളിച്ച് നടന്നോളും. അമ്മ കുട്ടീനെ കണ്ട് 2 ദിവസമായി. അപ്പം അമ്മ കുട്ടീനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് കളിപ്പിക്കുകയായിരുന്നു. അമ്മ കുട്ടീനോട് സംസാരിക്കുകയാണ്. കുട്ടി ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ പോയി കുട്ടീൻ്റെ അടുത്തൊന്ന് കളിപ്പിക്കാൻ പറ്റുക. അവൻ ഇങ്ങനെ നോക്കി ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എന്തൊക്കെയോ അവൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് കുറേ നേരം നടന്നു. അപ്പോൾ ചേച്ചി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ താമരക്കുളം. അങ്ങനെ ഞങ്ങളതൊക്കെ സംസാരിച്ച് എന്തൊക്കെയോ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറേ നേരം ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ കുട്ടികൾ കൊച്ചു ടി വി ഇട്ട് കാണുമായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് നേരം അതൊക്കെ കണ്ട്. പിന്നെ അമ്മ കണ്ണിന് മൂരിക്കുട്ടിയാണ്. അപ്പോൾ മൂരിക്കുട്ടിനെ മഴയൊന്നുമില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കെട്ടാലോ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ കൊണ്ടുപോയി കെട്ടി. ഉള്ളിൽ പോയപ്പോൾ ചേച്ചി ഏതൊരു കോമഡി സിനിമ ഇരുന്ന് കാണുന്നു. കുട്ടികൾക്ക് റിമോട്ട് എടുക്കാണ്ട് കുട്ടികളെക്കാട്ടും കഷ്ടമാണ്. പാവം കുട്ടികൾക്ക് റിമോട്ടും കൂടി കൊടുക്കാനില്ല ചേച്ചി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കും. ഉച്ച ഒരു 12:30-1 മണിയൊക്കെ ആയി. അപ്പം എനിക്ക് വിശന്നപ്പോൾ ഞാനെടുത്ത് ചോറ് എടുത്തുകൊണ്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദൂട്ടനും ചോറ് വേണം പറഞ്ഞപ്പോൾ നന്ദൂട്ടനും ഞാൻ വാരി കൊടുത്തു. ചേച്ചിയും കുട്ടികളും ചോറ് വീട്ടിൽ നിന്നാണ് കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു. നീ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് സുധിയേട്ടൻ ചക്ക കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, എവിടെന്നോ ഫ്രണ്ട് ആരോ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്കയൊക്കെ പുഴുങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചക്കയും കൊണ്ട് ആൾ വന്ന പിന്നെ പറയണ്ടല്ലോ. ഞങ്ങൾ ചക്ക പുഴുങ്ങാനുള്ള ഒരു പ്ലാൻ എത്തി. ആദ്യം വറക്കാമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങനെ മൂത്തിട്ടില്ല, അപ്പോൾ പുഴുങ്ങി എല്ലാവരും കഴിക്കും, അങ്ങനെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ വെട്ടി 2 കഷ്ണമാക്കി. ഞങ്ങളെ കൊണ്ട് എന്തായാലും ആ പരിപാടി എന്തായാലും നടക്കില്ല, അത് അമ്മ തന്നെ പാടും അതിന്. ആരും അതിൻ്റെ ഇടയിലൊരു നല്ല കോമഡി അടിച്ചിട്ടുണ്ട്. നന്ദൂട്ടൻ കണ്ടില്ലേ ചിരിക്കണത്. അങ്ങനെ അമ്മ 2 കഷ്ണമൊക്കെ ആക്കി ഒക്കെ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പേര് കണ്ടിട്ട് തെറ്റിപ്പോണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞാനും ഒക്കെ ചോളയൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുത്തു. ചേച്ചിയാണ് അരിയുന്ന ആൾ മെയിൻ. പക്ഷേ ചേച്ചി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ചേച്ചി കുട്ടിക്ക് വയ്യാണ്ടോ അങ്ങനെ എന്തോ ഉള്ളിലായിരുന്നു ചേച്ചി. അങ്ങനെ ഞാനും അമ്മയും എല്ലാം ചെയ്തു. അപ്പോഴാണ് അമ്മ പറയണത് അമ്മയുടെ കയ്യിൽ പുല്ലരിയാൻ പോയപ്പോൾ മുള്ളെന്തോ കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ടടാ, അപ്പോൾ ഒന്ന് മുറിച്ച് തടാന്ന് പറഞ്ഞിട്ടാണ് സുധിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. സുധിയേട്ട ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടേക്കൊന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടി മഴയൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ ഒരു 10 മിനിറ്റേ മഴ പെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാനും അമ്മയും കൂടി
അങ്ങനെ ചെത്ത് റെഡിയാക്കി. 10 മിനിറ്റും കൊണ്ട് മഴ പെയ്ത് പോയി. ഏത് വഴി കൂടെ പോയെന്ന് അറിയില്ല. ചേച്ചിയാണ്, അത് ഉള്ളിലാണ്. പിന്നെ അങ്ങനെ കുട്ടീനെ ഉറക്കിയിട്ട് അങ്ങനെ വന്ന് ഞങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ചക്ക തികയില്ല, ഞങ്ങളെല്ലാവരും ഉള്ളതല്ലേ, ഞങ്ങൾ 10 പേരുണ്ട്, അപ്പോൾ കുട്ടികളടക്കട്ടോ, അപ്പോൾ തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ചക്ക നന്നാക്കി ഒക്കെ റെഡിയാക്കി. അങ്ങനെ അടുപ്പ് കയറ്റി ഉണ്ടാക്കുന്നത് ചേച്ചിക്കാണ്. ഞാനവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും, തേങ്ങ ചിരകാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണിയെ ഞാൻ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പണിയൊന്നും ചെയ്യാത്ത ആളൊന്നുമല്ല കേട്ടോ, ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്. ചേച്ചി ഉണ്ടാകുമ്പോൾ കുറച്ച് മടിയാണ്. ചേച്ചി പറയാ ചേച്ചി അവിടെ നിൽക്കണം കൊണ്ട് ചേച്ചിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറിക്ക്, ഇനി ഒന്ന് കാണട്ടെ എന്നുണ്ട് ഞാൻ മാറിക്കാൻ പറഞ്ഞതാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചത്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേറെ പ്രശ്നം. പറയാൻ വിട്ടുപോയ കാര്യം കേട്ടോ, ഇതിൻ്റെ റെസിപ്പി പറഞ്ഞില്ലല്ലോ ഞാൻ. അത് എന്താണ്, ചക്ക നന്നായി ക്ലീൻ ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക. ചക്കയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞങ്ങൾ 2 ചക്ക ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അടിയിൽ പിടിക്കാണ്ട് പ്രത്യേകം നോക്കണം. പിന്നെ അരച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി എൻ്റേതായത് കൊണ്ട് ഞാനത് നന്നായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്വിച്ച് ഇടാണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്ന് മാത്രം. പിന്നെ ചേച്ചി തലയ്ക്ക് കൂട്ടൊരു അടി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സ്വിച്ച് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. മഞ്ഞപ്പൊടി ഉപ്പൂറിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അങ്ങനെ അരപ്പിട്ട് കൊടുക്കുക. ഒന്ന് തേങ്ങ ചൂടാവും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇറക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക മേലെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഏട്ടൻ വിളിക്കുന്നുണ്ട് നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.